സോജിൻ എസ് ചിറമേൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സൂത്രവാക്യം നമ്മുടെ ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസിന്റെ ഒരു പ്രശ്നത്തിന്റെ തുടക്കം ഈ ഒരു സിനിമയെന്നാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിലേക്ക് കൂടുതലായിട്ട് വരുന്നില്ല. എന്തായാലും സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്, സിനിമ കണ്ടു കഴിഞ്ഞു. സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം തന്നെ ഈ സിനിമയ്ക്കകത്തുള്ള വലിയൊരു വിരോധാഭാസത്തെ കുറിച്ച് ഞാൻ പറയാം. ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, സിനിമ ആത്യന്തികമായിട്ട് പറയുന്നത് മാനുഷിക മൂല്യങ്ങളെ കുറിച്ചാണ്. ഹ്യൂമാനിറ്റി, അതായത് പരസ്പര സ്നേഹം, ബഹുമാനം, സഹകരണം, അതുപോലെ തന്നെ പരിഗണന തുടങ്ങിയ എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഘടകത്തെ കുറിച്ചാണ് സിനിമ ആത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും ക്ലൈമാക്സ് ഒക്കെ അടുക്കുന്ന സമയത്താണ് ആ ഹ്യൂമാനിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഈ സിനിമയുടെ ഡയറക്ടർ ആവട്ടെ, റൈറ്റർ ആവട്ടെ, പ്രൊഡ്യൂസർ ആവട്ടെ, ആരായാലും ശരി, ഇവർക്കൊക്കെ ഹ്യൂമാനിറ്റിയെ കുറിച്ചൊരു കഥ പറയാൻ, ഒരു സിനിമ ചെയ്യാൻ, പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതാണ് എൻ്റെ ചോദ്യം. അതായത് സ്വന്തം സഹപ്രവർത്തക ഒരു ലൈവിൽ വന്നിട്ട് പറയാണ്, ഇന്ന ലൊക്കേഷനിൽ വെച്ച് എനിക്ക് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി, ഇന്ന നടൻ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി, ആ സമയത്ത് ഞാൻ കുറച്ച് പേരോട് ഈ കാര്യം പറഞ്ഞിരുന്നു, അവരെന്നെ കംഫർട്ട് ആക്കി എടുത്തു എന്നൊക്കെ ഒരു വ്യക്തി വന്ന് പറയാണ് ലൈവില്. ആ വ്യക്തിയെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത്, ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട, അവരുടെ കൂടെ എല്ലാ പിന്തുണയും കൊടുക്കേണ്ട സമയത്ത് ഈ മൂവിയുടെ റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ചെയ്തിട്ടുള്ളത് നേരെ പോയിട്ടൊരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയിട്ട് ഇവരാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഇവരാരും ഈ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിക്കുകയാണ്. അതായത് ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞു. ഒരു മീഡിയ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞു. ഇത്രയധികം മനുഷ്യത്വ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച, ഇത്രയധികം മനുഷ്യത്വ വിരുദ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറൊക്കെയാണ് ഇപ്പം ഈ പറയുന്ന ഹ്യൂമാനിറ്റിയെ കുറിച്ച് സിനിമ കൊണ്ടുവരുന്നത്. സോ എനിക്കത് വിരോധാഭാസമായിട്ട് മാത്രമേ തോന്നുള്ളൂ. അതിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പീഡന കേസിലൊക്കെ വന്നിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള ഒരു നടനുണ്ട്. ആ നടൻ നാളെ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നു. ആ സിനിമയിൽ നായകൻ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഉന്നമനത്തിനും വേണ്ടി കൂടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് വിരോധാഭാസമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതിനകത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര വിരോധാഭാസമായിട്ട് ഫീൽ ചെയ്തു. ഒരു മനുഷ്യനോട്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയുന്നത്. പിന്നെ സിനിമയ്ക്കകത്ത്, സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഒരു ലൊക്കേഷനിൽ ഒരു പെൺകുട്ടിക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരും കൂടെ നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതെല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകും. സ്വന്തം രക്ഷയാണ് അവിടെ എല്ലാവർക്കും പ്രധാനമായിട്ട് വരുന്നത്. സോ അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ സമയത്തും ഈ വാർത്താ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ വിൻസി അലോഷ്യസ് മറന്നു കഴിഞ്ഞാലും, ഷൈൻ ടോം ചാക്കോ മറന്നാലും, ഈ പറയുന്ന ടെക്നീഷ്യൻസ് മറന്നാലും, കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും മറ്റു പ്രേക്ഷകരും ഈ കാര്യം മറക്കില്ല, എന്താണ് അവിടെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും ഇനി സിനിമയിലേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഈ സിനിമ മൊത്തത്തിൽ കാണുമ്പോൾ എനിക്കങ്ങനെ ഭയങ്കര പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല പ്രശ്നമാണ്. ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ നല്ല രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറയുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ പിന്നെയും ആ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഏച്ചുകെട്ടിയ അവസ്ഥ ഉണ്ടായിരിക്കുമല്ലോ. അതായത് നല്ലൊരു കഥ ഇതിനകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തിരക്കഥയിലേക്ക് വന്ന സമയത്ത് കുറേ അധികം സ്പൂൺ ഫീഡ് ചെയ്യുന്നു, കുറേ അധികം ഉണ്ടാക്കിയ സിറ്റുവേഷൻസ് ഉണ്ട്, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി വന്ന സമയത്തേക്കും ആ ഒരു ഉള്ള കഥ വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിനകത്ത് ഈ കുട്ടികളുണ്ട്, കുറെ കുട്ടികളുണ്ട്, അവരുടെ ഒരു ആത്മബന്ധമുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ആത്മബന്ധം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു ഇടപഴകൽ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കുറേ സമയം അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. അത്രയും സമയം കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഹാഫിന് കുറേ ചെലവഴിക്കുന്നു, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയിലേക്ക്, ആ ട്രാക്കിലേക്ക് ഇറങ്ങി വീഴുന്നു, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ആ പാസം കാര്യങ്ങൾ എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഈ ഷൈൻ ടോം ചാക്കോയുമായിട്ടുള്ള ആ ഒരു ബന്ധം കുട്ടികളുടെ കാണിക്കുന്നത് ഭയങ്കര സ്പൂൺ ഫീഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഖിൽ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ട്. ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ സ്പൂൺ ഫീഡ് ചെയ്യലോട് നടക്കുകയാണ്. അത് അത്രയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡയറക്ടറുടെ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യാണ്ട് അത് കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ഡയറക്ടർ ക്രിയേറ്റീവ് ആവുക. അല്ലാണ്ട് എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഡയറക്ടർക്ക് പരിമിതി വന്നു എന്നല്ല അർത്ഥം. അതുപോലെയാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വിൻസി അലോഷ്യസ് ആണ് നായികയായിട്ട് വരുന്നത്. ആക്ച്വലി ഇതിനകത്ത് വിൻസി അലോഷ്യസിന്റെ ആവശ്യം പോലും ഇല്ല. വിൻസി അലോഷ്യസ് എന്നല്ല, അവർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറില്ല, ആ ക്യാരക്ടർ സിനിമയ്ക്ക് ഒരു ആവശ്യമില്ല, ഒരു 1% പോലും ആവശ്യമില്ല. ചുമ്മാ ഒരു സിനിമ ആയതുകൊണ്ട് ഒരു നായികയെ കൊണ്ടുവയ്ക്കാം എന്നുള്ള പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് നായികയെ കൊണ്ടുവരുന്നത്. ഒരു മീഡിയേറ്റർ എന്നുള്ള പോലെയൊക്കെയാണ് നായികയെ കൊണ്ടുവരുന്നത്. പക്ഷെ ആ നായിക ഇല്ലെങ്കിലും സിനിമ നല്ല സ്മൂത്ത് ആയിട്ട് മുൻപോട്ട് പോകും, ഒരു പ്രശ്നമില്ല. അത് വിൻസിയുടെ ആവശ്യമില്ല. പിന്നെ വിൻസിയുടെ പെർഫോമൻസ് ആണെങ്കിൽ സീരിയസ്ലി എനിക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കി.
വിൻസി നല്ലൊരു ആർട്ടിസ്റ്റാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആർട്ടിസ്റ്റാണ്, ഒരു സംശയമില്ല, അവർക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇതിനകത്ത് വന്നിട്ടേ ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല, സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറുണ്ട് വിൻസിയുടെ, ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് തോന്നും എന്തൊക്കെയോ ക്യാരക്ടറിന് ചെയ്യാനുണ്ടെന്ന്. ഒന്നുമില്ല, ചുമ്മാ ബിൽഡപ്പ് കൊടുത്തിട്ട് ഒന്നും ഇല്ലാണ്ട് വന്ന പോലെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ അത് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ വിൻസി ചെയ്തിട്ടുള്ള ക്യാരക്ടറിലേക്ക് നോക്കുമ്പോൾ ജസ്റ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഈ ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് എനിക്കിത് IF വരുന്നത്. അതേപോലെ കണ്ണടയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്തൊരു ആർട്ടിഫിഷ്യൽ സാധനം എന്നറിയോ, ഒരു ആത്മാർത്ഥതയും ഇല്ലാണ്ട് അഭിനയിച്ചു തീർത്ത പോലെയൊക്കെ തോന്നിപ്പോയി. ഒന്നും ചെയ്യാനില്ല. വിൻസിയെ പോലെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇതുപോലെ ഒന്നും ചെയ്യാനില്ലാണ്ടൊക്കെ വന്ന് നിൽക്കാന്ന് പറയുന്നതും നിരാശ തരുന്ന കാര്യമാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി കാര്യങ്ങളിലൊക്കെ മാറ്റം സംഭവിച്ചു. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് പുള്ളി പറയുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് ക്ലാരിറ്റിയോട് കൂടി നമ്മളിലേക്ക് എത്തുന്നത്. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പാളി പോയിട്ടുണ്ടെങ്കിൽ കൂടി നല്ല ക്ലാരിറ്റി വന്നു. നമ്മുടെ പഴയ ഷൈൻ ടോം ചാക്കോ പോലും അല്ല, നന്നായിട്ട് മാറിയിട്ടുണ്ട്. അഭിനയത്തിലേക്ക് വരുമ്പോൾ പിന്നെ എടുത്തു പറയത്തക്ക അഭിനയമൊന്നും ഞാൻ പറയുന്നില്ല. ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ദീപക് പറമ്പോലെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ദീപക് പറമ്പോലെ ഏത് സിനിമയിൽ വന്നാലും ഒരൊറ്റ അഭിനയമേ ഉള്ളൂ. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഇപ്പൊ തൊട്ട് മുൻപുള്ള ഏതെങ്കിലും സിനിമ കണ്ട അതേ അഭിനയമായിരിക്കും ഇവിടെ. കഥാപാത്രങ്ങളുടെ പേരിന് മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെയാണ് ഇതിനകത്ത്. ഒരു മാറ്റവും ഇല്ല അഭിനയത്തിലൊന്നും. മാത്രമല്ല, എനിക്ക് ആ പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു ഫീലും ഇവിടെ കിട്ടുന്നില്ല, പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല. കഥാപാത്രം ഭയങ്കര അരഗൻ ക്യാരക്ടറൊക്കെയാണ്, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള, നെഗറ്റീവ് റോൾ ചെയ്തിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. ഞാൻ പേരും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അവരുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അവര് അഭിനയിക്കുകയാണ്, പക്ഷെ നമുക്ക് ഒന്നും തോന്നില്ല. ഒരു നിർവികാരമായിട്ടുള്ള ഫേസ്. അവര് വരുന്നു, അവര് ദേഷ്യം കാണിച്ചാലും അഹങ്കാരം കാണിച്ചാലും പരിഭ്രമം കാണിച്ചാലും സങ്കടം കാണിച്ചാലും ഏത് കാണിച്ചാലും ഒരൊറ്റ ഭാവം. എങ്ങനെയാണ് ഇവരൊക്കെ കാസ്റ്റ് ചെയ്തെന്നുള്ളത് ഒരു സംശയമാണ്. ഇവർ മാത്രമൊന്നുമല്ല, ഇതിനകത്ത് വിവേക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറുടെ ബന്ധുവായിരിക്കും, പ്രൊഡ്യൂസറുടെ ആരെയൊക്കെ ആയിരിക്കും ഫണ്ട് ഇറക്കിയിട്ടുണ്ടാവും എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് അതുണ്ടാവുമല്ലോ, ഈ ചെറിയ അഭിനയമോഹമൊക്കെ മൂത്തിട്ട് ഫണ്ട് ഇറക്കുന്ന ടീംസ് ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് പിന്നെയും കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഈ കുട്ടികളുടെ അമ്മമാരൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഭയങ്കര തട്ടിക്കൂട്ട് അഭിനയത്തിന്റെ ഒരു ലെവലായി പോയി തോന്നിപ്പോയിട്ടുണ്ട്. കുട്ടികളായിട്ട് വന്നിട്ടുള്ള അഖിൽ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് ഓവർ അല്ലേ, അത്രയ്ക്ക് പോണോ, അഭിനയിക്കാനുള്ള ഫീൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് ഞാൻ അഭിനയിക്കാണ് എന്നൊക്കെയുള്ള ഒരു ഫീൽ വരുമല്ലോ. നമ്മൾ ആക്ഷൻ പറയുന്നു, കുട്ടി ഇങ്ങനെ അഭിനയിക്കുക പറയുമ്പോൾ ഈ അസോസിയേറ്റ് ഒക്കെ പറയും കുട്ടി പരിഭ്രമിക്കുന്നു, കണ്ണിൽ പരിഭ്രമം കാണുന്നു, പേടി കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് നിന്ന് അഭിനയിക്കുമല്ലോ ഈ അസോസിയേറ്റ് പറയുന്നതിനനുസരിച്ച്. ആ ലെവൽ അഭിനയമാണ് ഈ കുട്ടിയുടെ മുഖത്ത് മൊത്തത്തിൽ കാണാനുള്ളത്. സോ എനിക്ക് ഇത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ തട്ടിക്കൂട്ടാണ്. പിന്നെ കുട്ടികൾ വന്നിട്ടുള്ളതിൽ കുറച്ച് കുട്ടികളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ചുരുണ്ട മുടിയുള്ള ഒരു പെൺകുട്ടീനെ ഇട്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്. അവര് നല്ല രസമായിട്ട് ഭയങ്കര ഭയങ്കര രസമായിട്ട് ചെയ്തു, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു വലിയ മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ അത്യാവശ്യം കൂർമ്മ ബുദ്ധിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. കേസൊക്കെ തെളിയിക്കാനുള്ള ബുദ്ധിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്രൈമിന്റെ ഒരു അംശം കണ്ടാലൊക്കെ മനസ്സിലാവുന്ന ഒരു കക്ഷിയാണ്. ആ കക്ഷിക്ക് സ്വന്തം കൂടെ എപ്പോഴുള്ള ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ട് മനസ്സിലാവുന്നില്ല. ആ കുട്ടി അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ കുട്ടി ക്രൈം ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഷൈൻ്റെ ക്യാരക്ടറിന് ഉണ്ടാക്കി വെച്ച രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറിന് ഉറപ്പായിട്ടും കൂടെയുള്ള ഒരു കുട്ടിയുടെ സ്വഭാവ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ക്ലിക്കാവും. പ്രത്യേകിച്ച് പോലീസുകാരാണ്, അവർക്ക് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ക്രൈം ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സൈക്കോളജിക്ക് അത്യാവശ്യം അറിയുന്ന ആൾക്കാർ തന്നെയാണല്ലോ പോലീസുകാരെന്ന് പറയുന്നത്. ഇതിനകത്ത് ഷൈൻ ടോമിനെ അങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ ആ രീതിക്ക് ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടൊക്കെ മാറ്റി നിർത്തിയപ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് നല്ല പാടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സിനിമയുടെ അവസ്ഥ. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ട്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സാധനമൊക്കെ കൊള്ളാം. ആ ഭാഗം മാത്രം എടുത്തിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ട് ഈ ഒരു സിനിമ ചെയ്തിരുന്നുവെങ്കിൽ, ഷോർട്ട് ഫിലിം സംഭവമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ നല്ല അഭിപ്രായം കിട്ടും 100%. അതായത് 30 മിനിറ്റിന്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ, അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അത് പറഞ്ഞ് ഇത്ര നീട്ടി വലിച്ചു വന്നപ്പോഴേക്കും ആ ഒരു പറയാനുള്ള സംഭവത്തിന്റെ ഒരു ഡെപ്തും കുറഞ്ഞു, ആ ഒരു ഭംഗിയും കുറഞ്ഞു എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ശ്രീറാം ചന്ദ്രശേഖരനാണ് GOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്.
ചില ഫ്രെയിമുകളൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൈറ്റ് സീക്വൻസിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പോയിലർ ആയി പോകും. സോ അത് പറയുന്നില്ല. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജീൻ പി ജോൺസൺ ആണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ടൈറ്റിൽ സോങ് ഉണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ ഒരു വാവ് ഫീൽ കിട്ടിയിട്ടുള്ളത് ആ ടൈറ്റിൽ സോങ് ആയിരുന്നു. കാരണം എന്തോ ഗംഭീരമായിട്ടുള്ള ഒരു സാധനം വരാൻ പോകുന്നു, എന്തോ ഗംഭീരമായിട്ടുള്ള ഒരു കഥ പറയാൻ പോകുന്നു എന്നുള്ളൊരു വലിയ പ്രതീതി ഉണ്ടാക്കാൻ ആ ഒരു ടൈറ്റിൽ സോങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സീരിയസ്ലി, കാരണം സൂത്രവാക്യം എന്ന പേര് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ലോ ബഡ്ജറ്റ് മൂവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ സോങ് കണ്ടപ്പോൾ ഒരു ഗംഭീര ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനകത്തേക്ക് കയറി ചെന്നപ്പോൾ നമ്മൾ എത്ര ലെവല് ആ ഒരു പേര് കേട്ടിട്ട് പ്രഡിക്റ്റ് ചെയ്തു അതിനേക്കാൾ ലോ ലെവൽ സാധനമായി പോയിട്ടുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് ആ ഒരു സംഗീതം കൊടുത്തിരിക്കുന്ന സംഭവം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ കാണാൻ കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല.